ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടെയിൽ ലൈറ്റ് ഒന്ന് മാറ്റാൻ വേണ്ടി പോവാം. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടീൻ്റെ ടെയിൽ ലൈറ്റ്. ഇതാണ് ഇപ്പോൾ പുതിയ മോഡൽ ടെയിൽ ലൈറ്റാണ്, കണ്ടോ. അത് നമ്മൾ പഴയ മോഡൽ യൂറോ 1ൻ്റെ ടെയിൽ ലൈറ്റ് മാറ്റാൻ പോകുന്നത്. ഇത് ഞാൻ ഇവിടുന്ന് പുറത്തുനിന്ന് മേടിച്ചാണ്. യൂനോ 130 രൂപ അതിനകത്ത്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഒരു കൈ ഉള്ളതുകൊണ്ട് തന്നെ, ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഇതൊക്കെ തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഇതാണ് സാധനം. ചെറിയൊരു വ്യത്യാസമുണ്ട് തോന്നുന്നുണ്ട്. കണ്ടോ, ഇതിങ്ങനെ വരും. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇത് ഡയറക്റ്റ് സ്യൂട്ടല്ല. അപ്പോൾ ഇതിന് ചെറിയൊരു പണിയുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതൊന്ന് ഊരിയിട്ട് വരാം. പിന്നെ ഊരാൻ അത്ര പണിയൊന്നുമില്ല. ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക. ഇവിടെ 2 സ്ക്രൂ ഉണ്ട്, സ്റ്റാറിൻ്റെ സ്ക്രൂ ഉണ്ട്. അപ്പോൾ അതൊന്ന് അയച്ചിട്ട് കാണാം. ഇതാ, അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വേണ്ട, ഇതാണ് പഴയത്. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ സ്യൂട്ടാവും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊരു ഗ്യാപ്പ് വരും. വേണ്ട, ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു വഴിയുണ്ട്. സോ ആദ്യം പിന്നെ ഊരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ ഒരു വാഷറുണ്ട്. അവിടെ ഒരു വാഷറുണ്ട്. ഇത് പോവാതെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വെള്ളം കയറി അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് അവിടെ തന്നെ ഫിക്സ് ചെയ്യാം. സോ ഞാൻ പറഞ്ഞ പോലെ ഇത് ഡയറക്റ്റ് സ്യൂട്ടല്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ട്, ഇവിടെ നിന്നും കുറച്ച് കട്ട് ചെയ്യുക. എൻ്റെ ഇന്നർ സൈഡിൽ നിന്ന് ഈ ഒരു ലെവലിൽ, ഈ ഏകദേശമൊക്കെ ഈ ലെവൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ സുഖമാണ്. അപ്പോൾ ഞാനിതൊന്ന് 2 സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ലെവലിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഉണ്ടോ, ഈ ലെവലിൽ അത്യാവശ്യം രീതിയിൽ കട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ എത്ര പറഞ്ഞുതരാമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഉണ്ടോ, ഈ ഒരു ലെവലിലോട്ട് കട്ട് ചെയ്തു, 2 സൈഡും ഒരേ ലെവലിൽ. അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പോൾ ഏകദേശം വെച്ച് നോക്കിയപ്പോൾ ഫിറ്റാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം, ഇത് കട്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഈ വാഷർ കറക്റ്റ് രീതിയിലിടണം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഗ്യാപ്പ് വരും. നമ്മൾ ഇത് ചെയ്തതിന് ഒരു കാര്യം ഉണ്ടാവില്ല. വാഷർ കറക്റ്റ് ലെവലിൽ വെക്കണം. അതായത് ഒരു സെൻറ്ററോ ഈ ലെവലിൽ വരണം. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഇത് കറക്റ്റ് വന്നാലേ ഗ്യാപ്പില്ലാതെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഗൈസ് ഏകദേശം സെറ്റായി. എന്താ, ഇപ്പോൾ ഒരു ഗ്യാപ്പില്ല. മറ്റേ സൈഡിലും അതേപോലെ തന്നെ ഉണ്ടോ. ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്, ചെറുതായിട്ടൊരു ഗ്യാപ്പുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ പക്കയാണ്. പക്ക സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് സാധനം? ഇനി എനിക്ക് ഇതിൽ അറിയേണ്ടത് വെള്ളം കയറോ ഇല്ല എന്നാണ്. അത് നമുക്ക് കണ്ടറിയേണ്ടി വരും. അറിയില്ല, എന്തായാലും ഇതുവരെ പ്രോപ്പർ ഫിറ്റിങ്ങിലാണ് നിൽക്കുന്നത്. വെള്ളം കയറുമോ എന്നാണ് സംശയം. റബ്ബർ ബുഷിംഗ് ഒക്കെ ഉണ്ട്. വെള്ളം കയറുമോ എന്നറിയില്ല, നോക്കേണ്ടി വരും.
ഓക്കെ എന്താ കിട്ടുമ്പോൾ ഈ ഇളക്കം വരുമ്പോൾ ഇത് പോകുന്നുണ്ട്, എന്താണെന്നറിയില്ല. എന്തോ ഒരു ലൂസ് ഉണ്ടാകണ്ട, ലൂസ് കണക്ഷൻ ഉണ്ട്, അറിയില്ല കേട്ടോ. എന്തോ ഒരു ലൂസ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു വീഡിയോ. അപ്പോൾ ഇനി മുതൽ നമ്മൾ സ്പ്ലെൻഡറിൻ്റെ അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് എന്നെ ചെയ്യാം, DM ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ സംശയങ്ങളും പറഞ്ഞു തരുമായിരിക്കും. പിന്നെ ഇതേപോലെ സ്പ്ലെൻഡർ അപ്ഡേഷൻ മോഡിഫിക്കേഷൻ അപ്ഡേഷൻസ് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്കും ബൈ.